5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഏതൊരു രാജ്യത്തിന്റെയും വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന നയങ്ങളും നിയമങ്ങളുമാണ് പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇറക്കുമതി തീരുവ, ഒരു രാജ്യത്തിലേക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ പുറത്തുള്ള തീരുവ കുറഞ്ഞിരുന്നാൽ മാത്രമേ ആളുകൾ അതിന് ക്രയവിക്രയം നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ രാജ്യത്തിലേക്ക് കയറ്റി അയക്കുന്നതിൻ്റെ ഉള്ള ടാക്സും കുറഞ്ഞിരിക്കണം, മറ്റു രാജ്യങ്ങളിലേക്കുള്ളതുമൊക്കെ ഇരിക്കണം. അപ്പം അങ്ങനെ പലതരത്തിലുള്ള രൂപത്തിലാണ് കയറ്റിറക്കുമതി തീരുവയൊക്കെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക വീണ്ടും ചൈനയുടെ പുറത്ത് കുതിര കയറിയിരിക്കുകയാണ്. ചൈന ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയായിട്ട് ഇപ്പോഴുണ്ട്. അമേരിക്കയാണ് ഒന്നാമത്തെ ശക്തി. ഇനിയിപ്പോൾ എത്ര കാലം വിചാരിച്ചാലും ചൈനയ്ക്ക് പെട്ടെന്നൊന്നും അമേരിക്കയെ ഒന്നാം ശക്തിയായി കളയാൻ പറ്റത്തില്ല, അതിൻ്റെ മുകളിൽ കയറി പോകാൻ പറ്റത്തില്ല. അതിന് അത്രമാത്രം ഡിഫറൻസ് 30-19 ലക്ഷം ഡോളറിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. ഒരു 11 ദശലക്ഷം ഡോളർ ബില്യൺ ഡോളറിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ചൈനയ്ക്ക് അമേരിക്കയെ കവർ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ അതേസമയം ഇന്ത്യ ഇപ്പോൾ ജപ്പാനെ ക്രോസ് ചെയ്ത് 3-ാം രാജ്യത്തേക്ക് 4-ലേക്ക് കയറിയിട്ടുണ്ട്. അത് 3-ലേക്ക് കയറും. ജർമ്മനിയും കൂടെ ക്രോസ് ചെയ്ത് നമ്മൾ 3-ലേക്ക് കയറും. അപ്പോൾ അമേരിക്ക, ചൈന, ഇന്ത്യ എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. ഈ സമയത്ത് നോക്കിയിട്ടാണ് നമ്മെ സുഖിപ്പിക്കാനാണോ, അതേ ഇന്ത്യയെ പോലുള്ള 140 കോടി ജനങ്ങൾ കിടക്കുന്ന ഇന്ത്യയുടെ വ്യാപാര കണ്ണ് വെച്ചിട്ടാണോ എന്താണെന്നറിയില്ല, ചൈനയെ ഒന്ന് പിടിക്കാൻ ട്രംപ് തീരുമാനിച്ചു. അന്ന് മുതൽ ട്രംപ് ചൈനയുടെ പിറകിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു തീരുമാനം എടുത്തു, 145 ഇരട്ടി ആക്കുകയാണ്. അവരുടെ ഇമ്പോർട്ട് ടാക്സ് കൂട്ടുകയാണ്. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. സ്വാഭാവികമായിട്ട് ആളുകൾ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പിറകെ പോവുകയില്ല. അപ്പോൾ ചൈനയുടെ വ്യാപാരത്തെ ഒന്ന് പിടിക്കുക, ചൈനയെ ഒന്ന് കറക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ചൈനയ്ക്ക് ഇത് ഒരു പരിധിവരെ ചൈന അർഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണ പരിപാടിയിലൊക്കെ പാകിസ്ഥാൻ ഇന്ത്യയെ വന്ന് ഭീകരപ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ ചൈന ആവശ്യമായ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി 40 രാജ്യങ്ങൾ കൊടുക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങളൊക്കെയാണ് ചൈന മാവോയിസ്റ്റിൻ്റെ തത്വങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം 40ഓളം രാജ്യങ്ങൾക്ക് ആയുധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 80% ആയുധങ്ങളും ഉണ്ടാക്കുന്നതിന് 80% കൊടുക്കുന്നത് ചൈനയ്ക്കാണ്, പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ആവശ്യമായ റെയിൽവേ ലൈൻ ഉണ്ടാക്കുന്നു, കനാൽ ലൈൻ ഉണ്ടാക്കുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും ഭീകരവാദത്തോടൊപ്പം തന്നെ ചെയ്തു കൊടുക്കുന്ന ചൈന അതൊരു വശത്ത് നടക്കുന്നു. അതേസമയം അവിടുത്തെ മുസ്ലിങ്ങളെ തല്ലി കൊല്ലുകയും ചെയ്യുന്നു. അവിടെ മുസ്ലിം പള്ളി പാടില്ല, മുസ്ലിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ ചൈനയിലും ഇത് ചെയ്യുന്നു. ഞാൻ സന്ദർഭമായിട്ട് അത് പറഞ്ഞു. പക്ഷേ അമേരിക്കയുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. 12 രാജ്യങ്ങളെ കഴിഞ്ഞ ദിവസം നിരോധിച്ചു. ആ രാജ്യങ്ങളിലെ വിസ കൊടുക്കുന്നില്ല 12 രാജ്യങ്ങൾക്ക്. അതിൽ മുസ്ലിം രാജ്യങ്ങളാണ് കൂടുതലാണ്. നമ്മുടെ അഫ്ഗാനിസ്ഥാൻ, തൊട്ടടുത്ത രാജ്യം അഫ്ഗാനിസ്ഥാൻ വരെ ഉണ്ട് അതിനകത്ത്. പക്ഷേ പാകിസ്ഥാൻ ആ ലിസ്റ്റിൽ കണ്ടില്ല, പക്ഷേ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ഇറക്കുമതി ചുങ്കം, ഇറക്കുമതി തീരുവ, എക്സൈസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇമ്പോർട്ട് ടാക്സ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ടാക്സ്, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അതിൽ വലിയ വ്യത്യാസം വരുത്തിയിരിക്കുന്നു. ചൈനയെ പിടിക്കാൻ തന്നെ അമേരിക്ക തീരുമാനിച്ചു. 145 ഇരട്ടി, അതായത് 100% അല്ല. അപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം 1450 രൂപ, 2450 രൂപ കൊടുത്താൽ മാത്രമേ ഒരാളിന് വാങ്ങാൻ കഴിയുള്ളൂ. അത്രമാത്രം ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ, ചൈനീസ് വ്യാപാരത്തിൻ്റെ വിപണി കുറയുകയാണ്. അപ്പോൾ പകരം ചൈന അടുത്ത പണി ആരംഭിക്കും. ഇപ്പോൾ അമേരിക്ക AI കണ്ടുപിടിച്ചപ്പോൾ അമേരിക്കയും AI പോയി. ചൈനയും പോയി. അമേരിക്ക വെട്ടുന്ന രീതിയിൽ AI കണ്ടുപിടിച്ചു എന്നാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചു എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മത്സരമാണ് നടക്കുന്നത്. ഒരു വശത്ത് യുദ്ധാപകരണങ്ങൾ ഉണ്ടാക്കിയുള്ള മത്സരം, മറുവശത്ത് വ്യാപാര യുദ്ധം, കൊമേഴ്സ്യൽ വാർ. അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു കൊമേഴ്സ്യൽ വാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ട്രേഡ് വാറാണ്. അത് എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മച്ചാൻ ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞു. 80-ാം വയസ്സ് കഴിഞ്ഞപ്പോൾ 2ാം വരവിൽ ഒരു 1.5 വരവാണ് ആശാൻ വന്നിരിക്കുന്നത്. ആശാനെ ലോകത്തെ വെറുപ്പിക്കുന്ന ഒരുപാട് നിയമങ്ങളുമായും, കിരാത നിയമങ്ങളുമായും, നിയമങ്ങളുമായി വന്നിട്ടുണ്ട്. എന്തായാലും ചൈനയ്ക്കൊരു പണി കൊടുക്കണം എന്നത് ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും, ഇന്ത്യയുടെ തീരത്ത് വന്നു കിടന്ന്, ഇന്ത്യയുടെ മലനിരകളിൽ വന്നു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ട് ചൈനയ്ക്കൊരു പണി കൊടുക്കേണ്ടതാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ആളുകളൊക്കെ, നമ്മൾ ചേട്ടന്മാരൊക്കെ പറയുന്നത്. എന്തായാലും പണി തുടങ്ങി. ട്രംപിൻ്റെ അശ്വമേധ രഥയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളെ ഉരുളും എന്ന് നമുക്കറിയില്ല. എന്തായാലും ലോകത്തിലെ 2ാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ മണ്ടയിൽ കൂടെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ രഥയോട്ടം.